സമാധാനത്തിൻ്റെ വഴി ഗൾഫ് മേഖലയിൽ തുറക്കുന്നു എന്നതാണ്. പക്ഷേ അതേസമയം കഴിഞ്ഞ മണിക്കൂറിൽ ഇന്നലെ ഉച്ച മുതൽ ഇന്ന് ഏകദേശം ഒരു ഇന്ത്യൻ സമയം 3 മണി വരെയൊക്കെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ വിവരങ്ങളാണ് ഔദ്യോഗികമായി അമേരിക്കയ്ക്ക് പുറത്തുവിടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് B-2 ബോംബറുകളുടെ വിവരങ്ങൾ നമ്മൾ കണ്ടത്. അതായത് കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പോർവിമാനമാണ്, അല്ലെങ്കിൽ അത്ര മാരകമായ പ്രഹരശേഷിയുള്ള പോർവിമാനമാണ് B-2 ബോംബറുകൾ. അതുപയോഗിച്ച് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം വലിയ അളവിൽ തകർക്കാൻ, കാരണം നമ്മൾ എപ്പോഴും എടുത്തു പറയാറുള്ളത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏത് സൈനിക വിഭാഗത്തെ സംബന്ധിച്ച് നോക്കിയാലും അവരുടെ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളാണ് അവർക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ളത്. അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തും. പക്ഷേ ആ കരുത്തിനെ തന്നെ അതിൻ്റെ നട്ടല്ലൊടിക്കുന്ന വിധത്തിലുള്ള ആക്രമണം അമേരിക്ക നടത്തി എന്നതാണ് വ്യക്തമാകുന്നത്. ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തെ തകർത്തു എന്ന് പറയുമ്പോൾ ഇനി ഏറെ നാൾ ഗൾഫ് മേഖലയിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കോ ഇസ്രായേലിലേക്കോ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം ഇറാനുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവുകയാണ്. ഒപ്പം തന്നെ ഈ കപ്പലുകളുമായി ബന്ധപ്പെട്ട വിവരത്തിലേക്ക് കൂടി വരുന്നു. നേരത്തെ പങ്കുവച്ച വിവരമാണ്, മാർഷൽ ഐലൻഡ്സിൻ്റെ പതാക ഏന്തുന്ന ഒരു കപ്പലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. കപ്പൽ പലയിടങ്ങളിലും വലിയ തോതിൽ തീയാളിയിരുന്നു. പിന്നീട് അത് കെടുത്താൻ കഴിഞ്ഞു എന്നതാണ് വിവരം. അതേസമയം തന്നെയാണ് 3 കപ്പലുകൾക്ക്, അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഉടമസ്ഥതയിലുള്ള 3 കപ്പലുകൾ ഈ പേർഷ്യൻ ഭാഗത്ത് പേർഷ്യൻ ഗൾഫിൽ 3 കപ്പലുകൾ തങ്ങൾ ആക്രമിച്ചു, അവ കത്തിച്ചാമ്പലാകുന്നു എന്ന വിവരം ഇറാൻ മാധ്യമങ്ങൾ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റേതായി വന്ന വാർത്തയാണ് 9 ഇറാനിയൻ നാവിക കപ്പലുകൾ, അതായത് സ്വാഭാവികമായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇറാൻ്റെ നാവികസേന നിൽക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള 9 നാവിക കപ്പലുകൾ പൂർണ്ണമായോ ഭാഗികമായോ അമേരിക്കൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം തനിക്ക് തൊട്ടു മുൻപ് ലഭിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരണമായി അറിയിക്കുന്നത്. അതായത് B-2 ബോംബറുകൾ ഉപയോഗിച്ച് വലിയ അളവിൽ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തകർത്തിരിക്കുന്നു, അല്ലെങ്കിൽ വിക്ഷേപണ സംവിധാനം തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ 9 ഇറാനിയൻ നാവികസേനാ കപ്പലുകളും തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ സൈനിക രംഗത്ത് അതിഭീകരമായ നാശം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഒപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാതെയുള്ള, ഇപ്പോൾ ഇനി അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകില്ല എന്ന് കരുതാം. പ്രേക്ഷകർക്ക് കാണാം, ഈ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ചെങ്കടലാണ്, ഇതുവഴിയുള്ള കടൽ റൂട്ട്, ഒപ്പം തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കടൽ റൂട്ട്. ഇത്രയധികം, ഇത് നമ്മുടെ രാജ്യമാണ്, ഇത്രയധികം തിരക്കേറിയ കപ്പൽപാതകളുള്ള സ്ഥലങ്ങളാണ്. ഈ ചുവപ്പ് കാണുന്നത് ഓയിൽ ടാങ്കറുകളാണ്, പച്ച കാണുന്നത് മറ്റ് കാർഗോ ഷിപ്പുകളാണ്. അപ്പോൾ അത്രയേറെ ചരക്ക് ഗതാഗതം നടക്കുന്ന മേഖലയാണ്. ഏകദേശം 150-ലേറെ കപ്പലുകൾ ഇപ്പോൾ ഇറാൻ്റെ ഈ ഒരു ഭീഷണിയെ തുടർന്ന് ഈ മേഖലയിൽ ഹോർമൂസ് കടലിടുക്കും അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനും അടക്കമുള്ള മേഖലകളിൽ നങ്കൂരമിട്ട് നിൽക്കുന്നുവെന്നാണ്. പക്ഷേ അവയ്ക്കൊന്നും യാത്ര പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം കപ്പൽ കമ്പനികളോ അതാത് രാജ്യങ്ങളുടെ സംവിധാനങ്ങളോ നൽകിയിട്ടില്ല ഇതുവരെ. പക്ഷേ നിലവിൽ ഈ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു പ്രതീക്ഷ വരുമ്പോൾ വീണ്ടും സജീവമായി തന്നെ ഈ കപ്പൽപാതകൾ അല്ലെങ്കിൽ കപ്പലുകൾക്ക് യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് വിവരം. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകൾ, നാളെ രാവിലെയോടുകൂടി മാത്രമേ അത്തരത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയൂ. അതായത് ഇന്ന് ഇതുവരെയുള്ള വിവരങ്ങൾ എന്നത് ഇസ്രായേലിൽ അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തിയിരുന്നു, 10 പേരോളം മരിച്ചു എന്നതാണ് വിവരം. 50-ലേറെ സ്ഥലങ്ങളിൽ കാര്യമായ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. UAE-യിൽ 3 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു, 60-ലേറെ പേർക്ക് പരിക്കുണ്ട്. ഖത്തറിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതിലൊരു മലയാളിയുടെ വിവരമുണ്ടായിരുന്നു. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നതാണ് വിവരം. ഒമാൻ്റെ തീരത്ത്, നേരത്തെ സൂചിപ്പിച്ച ഒമാൻ്റെ തീരത്ത് കപ്പലിൽ ആക്രമണം നടത്തി അപകടമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. സുരേഷ് വെള്ളിമുറ്റം തുടരുന്നുണ്ട്. സുരേഷ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ അല്ലേ ഒരു സ്ഫോടന ശബ്ദങ്ങളില്ലാതെ ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പങ്കുവച്ച ഈ ആക്രമണ വിവരങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നതാണ്. അതായത് ഒമാൻ്റെ ഇടപെടൽ ഫലം കണ്ടു തുടങ്ങി എന്നാണോ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിവരം? ദിവിഷ്, ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ദിവിഷ് പറയുന്നത് പോലുള്ള ഒരു ആശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് എല്ലായിടത്തുനിന്നും ലഭിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നത് ദുബായിലൊക്കെ വൈകുന്നേരമാകുമ്പോഴേക്ക് ആക്രമണത്തിന് ശക്തി കൂടുമോ എന്നുള്ളതായിരുന്നു. കാരണം പകൽ സമയത്ത് UAE-യുടെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണ ശ്രമങ്ങളും ഒക്കെ നടക്കുകയും അത് നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതാണ്ട്
141ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ദുബായ്ക്കും UAE-ക്കും നേരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ ഏതാണ്ട് ഒരു മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയോ ചെയ്യുന്നു എന്നുള്ളൊരു ആശ്വാസം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ദുബായിന്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയും വലിയൊരു സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, എവിടെയും മിസൈലുകൾ ചീറിപ്പായുന്ന പേടിപ്പെടുത്തുന്ന വെളിച്ചമില്ല, അല്ലെങ്കിൽ ഡ്രോണുകൾ പറന്നു വരുന്നതിന്റെ ശബ്ദമോ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. അത് ദുബായിയെ സംബന്ധിച്ചിടത്തോളം UAE സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബഹ്റൈനിലാണ് അല്പം മുൻപ് ഒരു ആക്രമണം നടന്നതും ഒരു സ്ഫോടനം നടന്നതുമായിട്ടുള്ളൊരു വാർത്ത വരുന്നത്. പിന്നീട് മറ്റൊരു വാർത്ത വന്നത് ഇറാഖിൽ നിന്നുമാണ്. ഇറാഖിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് മാത്രമാണ് വരുന്നത്. ഖത്തറിൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലത്തു നിന്നും ആക്രമണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലും ഇന്ന് ആക്രമണ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ആക്രമണങ്ങളാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഒന്ന്, കസബ് തീരത്ത് നങ്കൂരമിട്ടിരുന്ന എണ്ണ ടാങ്കറിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. അതിൽ എണ്ണ ടാങ്കർ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. 2 ഇന്ത്യക്കാരെ ആ അപകടത്തിൽ കാണാതാകുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരെയൊക്കെ കണ്ടെത്തുകയും അവരെയൊക്കെ ആശുപത്രികളിലേക്ക് മാറ്റുകയും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായത് അവിടെ ഡ്രോൺ ആക്രമണമായിരുന്നു. ആ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾക്കാണ് നിസ്സാര പരിക്കേറ്റിട്ടുള്ളത്. ഏതായാലും വലിയൊരു ആക്രമണ സംഭവങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ സൗദി അറേബ്യയിലോ ഒമാനിലോ UAE-യിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ഒന്നും നമുക്ക് വൈകുന്നേരത്തിന് ശേഷം ലഭിച്ചിട്ടില്ല. അത് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഒമാന്റെ വിദേശകാര്യമന്ത്രിയും നടത്തിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ആശയവിനിമയമുണ്ട്. ആ ആശയവിനിമയത്തിൽ ഇറാൻ കൃത്യമായി പറയുന്നുമുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ആദ്യം ആക്രമിക്കുന്ന ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. മറിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള നടപടികളും ആക്രമണവും ഉണ്ടായപ്പോൾ മാത്രമാണ് തങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയത് എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇറാൻ ഒരു സമാധാനം കൊതിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് നേരത്തെ നിമിഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പോലുള്ള നടപടികളും ഉണ്ടാകുന്നുണ്ട്. അതിന് തയ്യാറാണ് എന്ന് ഇറാൻ തന്നെ അറിയിച്ചതായി, ഇറാന്റെ പുതിയ ഭരണ സംവിധാനം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായി ട്രംപ് തന്നെയാണ് പറയുന്നത്. ആ ട്രംപ് അതിനോട് അനുകൂലമായി പ്രതികരിച്ചുവെന്നും ആ ചർച്ചയെ താൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇനി കൂടുതൽ കടുംപിടുത്തത്തിലേക്കോ മറ്റേതെങ്കിലും വലിയ നിബന്ധനകളിലേക്കോ ഒന്നും പോകാനിടയില്ല. കാരണം അത്രയ്ക്ക് വലിയ നിബന്ധനകളൊന്നും ഇനി ഇറാന്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അമേരിക്കയ്ക്ക് നിലവിലില്ല. അമേരിക്ക ലക്ഷ്യം കൈവരിച്ചതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമാധാനത്തിലോ സന്തോഷത്തിലോ ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ ട്രംപ് ഇപ്പോൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളും നിബന്ധനകളും ശരിയാണ്. ഇനി അങ്ങനെ ഒരു വലിയൊരു കടുംപിടുത്തത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. ഇറാൻ ഏറെക്കുറെ സൈനികമായി വലിയ ആഘാതം ഇപ്പോൾ തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്.